കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനം 119 അധ്യായം അതിൻ്റെ 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: ഇതാ, അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു. അങ്ങയുടെ നീതിയാൽ എന്നിൽ പുതുജീവൻ പകരണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എനിക്ക് നൽകണമേ. എന്നെ അപകേളിക്കുന്നവരോട് മറുപടി പറയാൻ അപ്പോൾ എനിക്ക് കഴിയും. ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത്. സത്യത്തിൻ്റെ വചനം എൻ്റെ അധരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ. അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നത്. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും. അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ സ്വർഗീയ പിതാവിനെ നമുക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കർത്താവിനെ പകർന്നു കൊടുക്കുന്നതിനും നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുന്നതിനും നമ്മുടെ കർത്താവിനെ സ്വീകരിച്ച് ശക്തി പ്രാപിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും നമ്മൾ ലജ്ജിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൻ്റെ വചനം എപ്പോഴും നമ്മുടെ അധരങ്ങളിലുണ്ടായിരിക്കണം. അത് എപ്പോഴും നമ്മൾ യേശുവിനോട് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കർത്താവെ, അങ്ങയുടെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വന്ന് നിറയ്ക്കണമേ. ഞാനും അങ്ങയുടെ വചനവുമായി, എന്ന് വെച്ചാൽ ഞാനും ദൈവവുമായി എന്ന നിരന്തരം ബന്ധത്തിൽ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിറയുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ എന്നെല്ലാം നമ്മൾ യേശുപ്പച്ചനോട് പറയണം. നമ്മളുടെ കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവ് നമ്മളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ജനത്തിൻ്റെ മുമ്പിൽ നമ്മെ ശിരസ്സുയർത്തി നിൽക്കുവാൻ നമ്മെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളുടെ സ്വർഗീയ അപ്പച്ചൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് നമ്മളുടെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലായിക്കൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ എന്താണ് പറയുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് സത്യത്തിൻ്റെ വചനം നമ്മളുടെ അധരത്തിൽ നിന്ന് നിശേഷം എടുത്തു കളയാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്നത്. അങ്ങയുടെ വചനത്തിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നത്. അങ്ങനെ ആ വചനത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ പിതാവേ, ഇക്കാര്യങ്ങളൊക്കെ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത കർത്താവേ, അങ്ങയുടെ മഹത്തമായ കൃപയ്ക്ക് ഞങ്ങൾ യോഗ്യരായിരിക്കാൻ തക്കവിധം ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവേ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അനേകർ എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അവരുടെ വിഷയങ്ങളെല്ലാം അപ്പൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന പിതാവേ, അവരുടെ കാര്യങ്ങളിലെല്ലാം അപ്പൻ ഇടപെടണമേ. അവരെ എല്ലാം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന അവർക്കെല്ലാം ബലവത്താക്കി മാറ്റണമേ കർത്താവേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയാൽ അവരെ എല്ലാം പൊതിയണമേ അപ്പച്ച. അങ്ങയുടെ ശക്തിയിൽ നിറയ്ക്കണമേ പിതാവേ. ആരെല്ലാം പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടോ ആ വിഷയങ്ങളെല്ലാം എൻ്റെ പൊന്നേശുപ്പച്ചൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ മഹത്വവും കരുണയുള്ള ദൈവത്തിൻ്റെ കരുണയും എല്ലാ വ്യക്തി ജീവിതങ്ങളുടെയും കൂടിരിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ ദൈവമക്കളോടും ഒപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.